എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 19-ന്റെ 1 മുതൽ 5 വരെ. അപ്പല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിന്, യോഹന്നാന്റെ സ്നാനം എന്നവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ച് തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ എഫെസോസിലുള്ള താമസവും ശുശ്രൂഷയും സഭയുടെ ചരിത്രത്തിൽ ഏറെ നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു. സുവിശേഷത്തിൻ്റെ പര്യടന കാലത്ത് കൂടുതൽ ആളുകൾ പൗലോസിൻ്റെ വേല കൊണ്ട് ആകർഷണീയരായി വന്നത് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നു. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം എഫെസോസിലായിരുന്നു. ഏഷ്യ മൈനറിലെ ഒരു പ്രധാന നഗരം, അറിയപ്പെട്ട വാണിജ്യ കേന്ദ്രം. അവിടെയുള്ള വേലയിലൂടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പൗലോസ് വ്യക്തമാക്കുന്നു. ഒന്ന്, യോഹന്നാന്റെ മാനസാന്തര സ്നാനം. 6-ാം വാക്യം വരെ നമ്മളതാണ് കാണുന്നത്. എഫെസോസിൽ പൗലോസ് കണ്ട ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേൾക്കാത്തവരായിരുന്നു. യോഹന്നാന്റെ സ്നാനം ഏറ്റിരുന്ന ശിഷ്യന്മാരായിരുന്നു അവരെല്ലാവരും. എന്താണ് യോഹന്നാന്റെ സ്നാനം? പുരോഹിത കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു യോഹന്നാൻ. സന്യാസവ്രതം സ്വീകരിച്ചിരുന്നു. പഴയ നിയമ പ്രവാചകന്മാരുടെ അവസാന കണ്ണിയുമായിരുന്നു. വേഷത്തിലും ഭാഷയിലും ദൂതിലും അങ്ങനെ തന്നെയായിരുന്നു യോഹന്നാന്റെ ജീവിതം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്നത് യോഹന്നാന്റെ ഏറ്റവും ശ്രദ്ധേയമായ ദൂതായിരുന്നു. യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തരം പ്രസംഗിച്ചു പോന്നു. വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവിൻ, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ദൈവ കോപത്തെക്കുറിച്ചും മാനസാന്തരപ്പെട്ട് അതിനനുസരിച്ച് ഫലം കായ്ക്കാനും ജനത്തെ ഉപദേശിച്ച് ഒരുക്കുകയായിരുന്നു യോഹന്നാന്റെ മുഖ്യ ദർശനം. മാനസാന്തര സ്നാനമായിരുന്നു യോഹന്നാൻ നടത്തിയത്. എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും എന്ന് പറഞ്ഞ് യേശുവിന് മുന്നോടിയായി കളമൊരുക്കുകയാണ് യോഹന്നാൻ ചെയ്തത്. യേശുവും യോഹന്നാനാൽ സ്നാനം ഏൽപ്പാൻ ചെന്നു. യോഹന്നാൻ അവനെ വിലക്കി. എന്നാൽ കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് ഉചിതം എന്ന് പറഞ്ഞ് ആ സ്നാനം സ്വീകരിച്ചു. യഹൂദനായ യേശു യഹൂദ മര്യാദ പ്രകാരമുള്ള ആചാര അനുഷ്ഠാനങ്ങളെ ആദരിച്ച് അവയെല്ലാം സ്വീകരിക്കായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവായ യേശു 30-ാമത്തെ വയസ്സിൽ സ്നാപനം സ്വീകരിച്ചു. അതുകൊണ്ട് നമ്മളെല്ലാം അതുപോലെ പ്രായമായ ശേഷമാണ്
സ്നാനം സ്വീകരിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ശിഷ്യന്മാരല്ലാതെ യേശു ആരെയും സ്നാനപ്പെടുത്തിയിരുന്നില്ല എന്ന് തിരുവചനത്തിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സ്നാപകയോഹന്നാൻ നടത്തിയത് ക്രിസ്തീയ സ്നാനമല്ലായിരുന്നു, മാനസാന്തരത്തിൻ്റെ സ്നാനമായിരുന്നു. ദൈവകോപം അതായിരുന്നു യോഹന്നാന്റെ പ്രസംഗത്തിൻ്റെ ഊന്നൽ. യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം. യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ച് തൻ്റെ പിന്നാലെ വരുന്നവനായി യേശുവിൽ വിശ്വസിക്കണം എന്നാണ് ജനത്തോട് പറഞ്ഞത്. യേശുവിങ്കലേക്കുള്ള ചൂണ്ടുപലകയായിരുന്നു യോഹന്നാൻ. ക്രിസ്തീയ സ്നാനത്തിൻ്റെ ഉറവയും ഉറവിടവും കാൽവറി ക്രൂശാണ്. യോഹന്നാൻ സ്നാപനം സ്വീകരിച്ച് ഏതാണ്ട് 3 വർഷം കഴിഞ്ഞ് സെബദിപുത്രന്മാരുടെ അമ്മ യേശുവിനോട് പറഞ്ഞു, അവൻ്റെ മഹത്വത്തിൽ തൻ്റെ മക്കളായ യാക്കോബും യോഹന്നാനും വലതും ഇടതും ഇരിപ്പാൻ വരം നൽകണം. കർത്താവ് മറുപടി പറഞ്ഞത്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ? ക്രൂശിനെ ചൂണ്ടി യേശു പറഞ്ഞ വാക്കുകളാണ് ഇത്. ക്രൂശിൽ നിർവഹിപ്പാനുള്ള മരണവും തുടർന്നുള്ള ഉയിർത്തെഴുന്നേൽപ്പും, അതാണ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനുള്ള ഏക പരിഹാരം. ക്രിസ്തുവിനോട് ചേരുന്നതിൻ്റെ ഭാഗ്യ ചിഹ്നമാണ് സ്നാനം. അല്ലാതെ സ്നാനമേറ്റു എന്ന് പറയുന്നത് കൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെട്ടു എന്ന് അർത്ഥമില്ല. റോമാലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഇത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പോൾ സ്നാനം ഒരു മുദ്ര പതിപ്പിക്കലാണ്. പൗലോസിൻ്റെയും മറ്റും കാലത്ത് അടിമ വ്യാപാരം നിലവിലുണ്ടായിരുന്നു. അടിമയെ തിരിച്ചറിയാൻ അവൻ്റെ മേൽ യജമാനന്റെ മുദ്ര പതിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ യേശുവിൻ്റെ ചൂടടയാളം അല്ലെങ്കിൽ മുദ്ര എൻ്റെ മേൽ വഹിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സ്നാനത്തിലൂടെ യേശുവിൻ്റെ വകയാണ് എന്ന് തിരിച്ചറിയുകയും അതിനുവേണ്ടി സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. യേശുവിൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും നമ്മൾ പങ്കാളികളാകുന്നു. കർത്താവായ യേശുവിൻ്റെ ശരീരമായ സഭയുടെ അംഗത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് വിശുദ്ധ സ്നാപനത്തിലൂടെയാണ്. ഏത് പ്രായത്തിലും കർത്താവ് തൻ്റെ ശരീരത്തിലേക്ക് നമ്മളെ സ്വീകരിക്കുന്നു. അതിൻ്റെ അടയാളമാണ് സ്നാനം. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് എഫസോസിലുള്ള ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് സഭയുടെ അംഗങ്ങളായി പരിശുദ്ധാത്മാ നിറവോടെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും നമുക്ക് സാധിക്കണം. അതിന് കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയും കൃപയും അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. വീണുപോകാതെ ഞങ്ങളെ സൂക്ഷിക്കുകയും തളർന്നു പോകാതെ കാക്കുകയും ചെയ്യണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ ജീവിത ഏരിയയിൽ അവിടുത്തെ കൃപ പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും കൃപ അവിടുന്ന് എല്ലാവർക്കും പകർന്ന് വഴി നടത്തണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.